ഹലോ, നമുക്ക് എന്തൊരു മേക്കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് UrbanBotanicsൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മേബിലിൻ്റെ ബേബി ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാമാണ്. നെക്സ്റ്റ് ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇത് LA ഗേളിൻ്റെ പ്രോ കൺസീലർ. ഇതിൽ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോൺ ആണ്. അപ്പോൾ എൻ്റെ സെയിം സ്കിൻ ടോൺ ഉള്ളവർക്ക് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ നല്ലൊരു കൺസീലറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഡാർക്കായിട്ടുള്ള ഏരിയയിലൊക്കെ, അതായത് സ്കിന്നിൽ ഡാർക്ക്നെസ് ഉള്ള ഏരിയയിലൊക്കെ നമുക്ക് ഈ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്യാം. ഇതൊരു ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് എൻ്റെ പെർഫെക്റ്റ് ഫൗണ്ടേഷനാണ്. ഇത് മേബിലിൻ്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷനാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 335. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പം ആർക്കെങ്കിലും എൻ്റെ സെയിം സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം മേബിലിൻ്റെ തന്നെ ടോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡുണ്ട്. അതെനിക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്. അതുപോലെ തന്നെ വേറൊരു ഷെയ്ഡ് ഗോൾഡൻ ക്യാരമൽ. എനിക്ക് അതും എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ഒരു കുറച്ച് എന്താ പറയുക, അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ അടുത്തിടെ വാങ്ങിച്ച ഒരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സെയിം സ്കിൻ ഉള്ളവർക്ക് ജസ്റ്റ് ഈ 335 എന്ന് പറയുന്ന മേബിലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ചെറിയ ബ്രഷ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് ഐബ്രോസ് ഒന്നിങ്ങനെ ചീകി കൊടുക്കുകയാണ്. അതിനുശേഷം ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട പോർഷനൊക്കെ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഷേപ്പ് ആക്കി എടുക്കുക. നെക്സ്റ്റ് ഞാൻ ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ലിപ് ഇങ്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 05 കിങ്സ് ക്രോസ് ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ് കളറാണിത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ലിപ്സിലും അതുപോലെ തന്നെ നമുക്കിത് ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ണിന് മീതെയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിത് ബ്ലഷ് ആയിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ചീക്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കൂടാതെ നോക്കണം. വളരെ ലൈറ്റായിട്ട് മതി. അപ്പം നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? നെക്സ്റ്റ് ഞാനിവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് മേബിലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 330 ടോഫി. എൻ്റെ ഫേവറേറ്റ് കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറുതായിട്ട് നമുക്കിങ്ങനെ കുറച്ച് ഓയിലി ആയിട്ട് തോന്നുന്ന പോർഷൻസിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഐലൈനറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും സെയിം മേബിലിൻ്റെ തന്നെ ഐലൈനറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐലൈനറാണ്. ഇതിൻ്റെ ബ്രഷും വളരെ നല്ലതാണ്. നമുക്ക് നല്ല എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ല? അപ്പോൾ ഇത് കണ്ണിൻ്റെ മീതെയായിട്ട് ചെറുതായിട്ട് ഞാനിങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെയായിട്ട് എഴുതുന്നില്ല. അതുപോലെ ഇവിടെ ഒരു മസ്കാര എടുത്തിട്ടുണ്ട്. ഇതും സെയിം മേബിലിൻ്റെ തന്നെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ, അതായത് മുകളിലുള്ള ഐലാഷസിലും താഴെയും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സെയിം നേരത്തെ എടുത്ത മേബിലിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഒരു ചെറിയ പൊട്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. കണ്ടില്ലേ? ഇനി ഒരു കുഞ്ഞ് ഹെയർ സ്റ്റൈല്, വലിയ സംഭവമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ചെറിയ പോർഷൻ ഹെയർ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റി എന്താ പറയുക, ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് കുറച്ച് മുടിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. ഒരു ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. സെയിം ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്യാം. എത്രയുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. എത്ര എന്താ പറയുക, മുടി കുറവുള്ളവരും, അതായത് ഇങ്ങനെ ഷോർട്ട് ഹെയർ, ബോബ് ഹെയർ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. ഏത് ഹെയർ ഉള്ളവർക്കും ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക.
പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.